എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ കുടിശ്ശികയായിട്ട് ജനുവരി വരെയാണ് ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത്. 4800 രൂപയാണ് നമുക്ക് കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. ഇന്നലെയായിരുന്നു സംസ്ഥാന ബജറ്റ്. സംസ്ഥാന ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്നലെ. അപ്പോൾ നമുക്ക് തുക വർധനവ്, അതുപോലെ തന്നെ നമ്മുടെ കുടിശ്ശിക പ്രഖ്യാപനം, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷ വാർത്തയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തുക വർധനയെ കുറിച്ച് യാതൊന്നും തന്നെയും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ കുടിശ്ശിക എന്നുള്ളത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുന്നുള്ള ഒരു പ്രഖ്യാപനമൊന്നും അവിടെ നടത്തിയിട്ടില്ല. നടത്തിയ രണ്ട് കാര്യങ്ങളാണ്. തുടക്കത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ആരംഭിച്ചത്. ഒന്ന്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വർദ്ധിപ്പിച്ച കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഈ മാസത്തിനുള്ളിൽ തന്നെ എല്ലാം തന്നെ കൊടുത്തു തീർക്കും എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വളരെ ഉറപ്പോടെ പ്രഖ്യാപിച്ചത്. പിന്നെ നമുക്ക് ഈ ഒരു 4800 രൂപ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് പറയുന്നത് അവസാന സമയങ്ങളിലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അത്ര വലിയ ഇമ്പോർട്ടൻസ് ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന്റെ അപ്ഡേഷൻസോ അല്ലെങ്കിൽ അതിന്റെ വിതരണത്തെക്കുറിച്ചൊക്കെ പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ. നിരവധി ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ അതിന്റെ മറുപടി നമുക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ള ക്ഷേമ പെൻഷനെ കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അനധികൃതമായി വാങ്ങുന്നവരെ പുറത്താക്കും. അതിനായിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും നാളും സർക്കാർ ജീവനക്കാരും അങ്ങനെയല്ല. സർക്കാർ ജീവനക്കാർ അത് വേറെ വഴി. ഇനിയിപ്പോൾ ഈ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും പേരിൽ നിന്നും അനധികൃതമായിട്ട് വാങ്ങുന്നവരെല്ലാം സോഷ്യൽ ഓഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പുറത്താക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വീടിന്റെ വാതിൽ കൂടെ വരുവോ, അല്ല അടുക്കള വഴി വന്ന് അന്വേഷിക്കുവോ, മുന്നിൽ കൂടെ വന്ന് അന്വേഷിക്കുവോ, അങ്ങനൊന്നുമല്ല. നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ RTO ലെവല്, ഇൻകം ടാക്സ് ലെവല്, റവന്യൂ ലെവല്, നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. നമ്മുടെ വരുമാനത്തെക്കുറിച്ച് അന്വേഷിക്കും. നമുക്ക് വാഹനങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കും. അതിനൊക്കെ ഈ ആധാർ നമ്പർ മാത്രം മതി. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറെ അപ്ഡേഷൻസ് വരും. വീട്ടിൽ വരുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നൊക്കെ, അങ്ങനൊന്നുമല്ല. ഇതൊക്കെ അവർക്ക് അന്വേഷിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ തെറ്റായിട്ട് തുക വൈപ്പറ്റുന്നവരെ ഉറപ്പായും പുറത്താക്കും എന്നുള്ളതാണ് ഈ ബജറ്റിൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടുള്ള കുടിശ്ശികളൊക്കെ സമയബന്ധിതം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയും വലിയ വലിയ പ്രതീക്ഷകൾ വെക്കരുത്. നമുക്ക് കിട്ടുന്നത് ആവട്ടെ എന്നുള്ളത് ചിന്തിക്കുക. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ മാസം എത്ര കിട്ടുക, ഇതൊന്നും ഇപ്പൊ തന്നെ യാതൊരു തീരുമാനങ്ങളും വന്നിട്ടില്ല. അതൊക്കെ 15-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെ മാത്രമാണ് നമുക്ക് പെൻഷൻ എത്രയാണ് ഈ പ്രാവശ്യം എത്ര കുടിശ്ശിക ലഭിക്കും, അല്ലെങ്കിൽ എത്ര പെൻഷനാണ്, ഇതൊക്കെ നമുക്ക് ഈ മാസം 15-ാം തീയതി കഴിഞ്ഞിട്ട് മാത്രമേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേഷൻ വന്നാലേ, അല്ല നേരത്തെ നമുക്കൊന്നും ഇത് വിധി എഴുതാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കിട്ടുന്നത് കിട്ടട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ പെൻഷൻകാർക്ക് യാതൊരു വർധനകളും ഇല്ല ഈ കുടിശ്ശികയുടെ കാര്യത്തിൽ. ഇപ്പൊ എന്തായാലും 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പൊ ഫെബ്രുവരി തൊട്ട് 4 മാസമാവുന്നു. നമ്മുടെ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്ന സമയത്ത് 5 മാസത്തെ പെൻഷൻ വരും. എന്തായാലും ഇത് ഇത്രയും സമയം ഒന്നും കൊടുത്തു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമയബന്ധിതം എന്നൊക്കെ എടുത്തിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പെൻഷൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. കാരണം മാർച്ച് മാസം ആവുമ്പോൾ നമുക്ക് 5 മാസത്തെ പെൻഷൻ ആവും. ഈ 5 മാസത്തെ പെൻഷൻ എന്തായാലും ഈ 2 മാസം കൊണ്ട് തന്നു തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സമയബന്ധിതം എന്നൊക്കെ എടുത്തിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അത്ര വലിയ ഇമ്പോർട്ടൻസ് പെൻഷന് കൊടുക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.